ആഫ്രിക്കയിലെ മസായിമാര വൈൽഡ് ലൈഫ് പ്രേമികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ലൊക്കേഷനായ കെനിയയിലെ കാട്ടിലേക്കാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത ഒരുപാട് മൃഗങ്ങൾ ഉള്ളതിൽ സുന്ദരന്മാരായ ചീറ്റപ്പുലിയാണ് ഈ എപ്പിസോഡിലെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഹായ്, താങ്ക് യു. കെനിയയിലെ നൈറോബി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ 2 Hours of മസായി എന്ന കമ്പനിയുടെ വണ്ടി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ കയറി നമ്മൾ നേരെ മസായിമാരേക്ക് പോവാണ്. എയർപോർട്ടിൽ നിന്ന് 6 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലാണ് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. നമ്മുടെ സഫാരി വണ്ടി തന്നെയാണ് പിക്ക് ചെയ്യാനും വന്നിരിക്കുന്നത്. ഡേവിഡ് എന്നാണ് നമ്മുടെ ഗൈഡിന്റെ പേര്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന മാരാ സെലിഗിരി ക്യാമ്പിലെത്തി. നമ്മൾ രാവിലെ ഫ്ലൈറ്റിൽ ഇറങ്ങി ക്യാമ്പിൽ എത്തുമ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞതുകൊണ്ട് ഇന്ന് സഫാരി ഇല്ല. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതലാണ് സഫാരി തുടങ്ങുന്നത്. ഇവിടെയുള്ള ക്യാമ്പുകൾ മിക്കതും ഇങ്ങനെയുള്ള ടെമ്പററി കൺസ്ട്രക്ഷനാണ്. ഇതാണ് നമ്മുടെ റൂം, ഇതാണ് ടെന്റ്. സംഭവം ടെന്റ് ആണെങ്കിലും നല്ല വൃത്തിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സിലിഗിരി ക്യാമ്പ്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തുള്ള യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ രാത്രി ഡിന്നറും കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ സഫാരി തുടങ്ങി. ഇവിടെ ഗെയിം ഡ്രൈവ് എന്നാണ് പറയുക. ഒരു ഫുൾ ഡേ നമുക്ക് കാട്ടിലായിരിക്കും. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. ഈ കാണുന്നത് ടോപ്പി എന്ന മാനിന്റെ ഇനത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. പിന്നെ ഇത് തൊമ്മി. ഫുൾ ടൈം വാലും ആട്ടിക്കൊണ്ട് കിടക്കുന്ന ഈ തോംസൺ ഗാസിൽ എന്ന തൊമ്മിയാണ് ചീറ്റപ്പുലികളുടെയൊക്കെ പ്രധാന ആഹാരം. അതുകൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ ചുറ്റുവട്ടമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവര് നടക്കുക. ഇവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ടിട്ട് അടുത്ത എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ചീറ്റപ്പുലി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അവിടെ ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ട് ഒന്നിനെ കണ്ടില്ലെങ്കിലും പ്രതീക്ഷയോടെ നമ്മൾ പിന്നെയും മുമ്പിലേക്ക് പോവാണ്. കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയപ്പോൾ ഇരിക്കുന്നു ഒരു ചീറ്റപ്പുലി. ഒന്നല്ല, ശരിക്കും 5 എണ്ണം ഉണ്ട്. ഒരമ്മയും 4 മക്കളുമാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചീറ്റപ്പുലിയെ നേരിട്ട് കണ്ടു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ചീറ്റപ്പുലി. അമ്മയും മക്കളും കൂടെ രാവിലെ ഇളം വെയിലൊക്കെ കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഈ മസായിമാരയിലുള്ള വേറൊരു പ്രത്യേകത, ഇവിടെയുള്ള എല്ലാ സിംഹങ്ങൾക്കും പുലികൾക്കും ഒക്കെ പേരുണ്ട് എന്നുള്ളതാണ്. ഈ അമ്മച്ചീറ്റയുടെ പേര് നാസിപ്പായി എന്നാണ്. മക്കള് പ്രായപൂർത്തിയാവാത്ത കാരണം പേരിട്ടിട്ടില്ല. ഈ നാഷിപ്പായിക്ക് ഏകദേശം 5 വയസ്സാണ് പ്രായം. ആഫ്രിക്കയിലും ഇന്ത്യയിലും ഇറാനിലും ഒക്കെയായിരുന്നു പ്രധാനമായിട്ടും ചീറ്റപ്പുലികൾ ഉണ്ടായിരുന്നത്. വേട്ടയാടൽ കാരണം 1947 ഇന്ത്യയിലെ അവസാന ചീറ്റപ്പുലിയും കൊല്ലപ്പെട്ടതോടെ ഇന്ത്യയിൽ ചീറ്റപ്പുലികൾ ഇല്ലാതായി. പിന്നെ ഈ കഴിഞ്ഞ 2022 സെപ്റ്റംബറിലാണ് ആഫ്രിക്കയിൽ നിന്ന് ചീറ്റപ്പുലികളെ ഇറക്കുമതി ചെയ്ത് മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്ക് തുറന്നു വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അവരിപ്പോഴും ഒരു വലിയൊരു പ്രത്യേക സംരക്ഷണ കൂടിനുള്ളിലാണ്. അവരുടെ അടുത്ത തലമുറ ആയി കഴിയുമ്പോഴേ ഇന്ത്യൻ കാടുകളുമായിട്ട് അവർ സെറ്റ് ആവുള്ളൂ. രാവിലെ തന്നെ ഈ ചീറ്റപ്പിള്ളാരുടെ കളിയും ചിരിയും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. 4 പേരും 1 വയസ്സാകാറായിട്ടേ ഉള്ളൂ അത്രേ. എന്നാൽ കുറച്ചു നേരം ഈ ചീറ്റക്കുട്ടികളെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. ലോകത്ത് ഏറ്റവും സ്പീഡിൽ ഓടാൻ കഴിവുള്ള മൃഗം ചീറ്റപ്പുലികളാണെങ്കിലും അവർക്ക് അധിക ദൂരം ഓടാൻ പറ്റില്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. 1/2 കിലോമീറ്റർ ഒക്കെയാണ് ആവറേജ് അവർക്ക് ഓടാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കിതച്ചു പോകും. എന്നാലും നല്ല സ്പീഡ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇര പിടിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഇവർ പിടിക്കുന്ന ഇര ഹൈന പോലെയുള്ള മൃഗങ്ങൾ തട്ടിപ്പറിക്കാൻ വരുന്നതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കിട്ടുന്നത് പൊതുവെ കുറവാണ്. അതുപോലെ ഹൈനയും സിംഹങ്ങളും ഒക്കെ ചീറ്റപ്പുലികളുടെ കുട്ടികളെ പിടിച്ച് കഴിക്കാറുമുണ്ട്.
സംഭവം ഈ ചീറ്റപ്പുലി കാണാൻ ഒരു പുലിയെ പോലെ തന്നെയൊക്കെ ഉണ്ടെങ്കിലും സ്വഭാവം പുലിയുടെ പോലെയല്ല. ഒരു പേടിത്തൊണ്ടനാണ് കക്ഷി. സൗണ്ടും പൂച്ച കരയുന്ന പോലത്തെ സൗണ്ടാണ്, ഗർജിക്കാനൊന്നും അറിയില്ല. നല്ല ക്യൂട്ട് ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇവരെ ഇണക്കി വളർത്താറുണ്ട്. പൂച്ചയെ പോലെ തന്നെ മനുഷ്യനുമായിട്ട് ഇണങ്ങാറുമുണ്ട് ഇവര്. ലെപ്പേർഡിനെയും ടൈഗറിനെയൊക്കെ പോലെ ഇവർ ഒറ്റയ്ക്ക് ടെറിട്ടറി കീപ്പ് ചെയ്ത് ജീവിക്കുന്നവരല്ല. എന്നാൽ അല്ലാന്ന് പറയാനും പറ്റില്ല, കാരണം ജനിച്ചു വളർന്ന ഏരിയ വിട്ടുപോകാൻ ഇഷ്ടമില്ലാത്തവരാണ് ഇവർ. ജീവിതാവസാനം വരെ അവിടെ തന്നെ ജീവിക്കാനാണ് ഈ ചീറ്റകൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന 20 ചീറ്റകളിൽ 10 എണ്ണം അവിടുത്തെ സ്ഥലവുമായിട്ട് ഇണങ്ങിച്ചേരാതെ ചത്തുപോയത്. ബാക്കിയുള്ളവരുടെ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോൾ ഇവിടുത്തെ ഈ കാടുമായിട്ട് അവർ ഇണങ്ങിച്ചേരും എന്നാണ് പ്രതീക്ഷ. പിന്നെ നിങ്ങളിൽ പലരും ഈ ആഫ്രിക്കൻ കാടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഞാനിങ്ങോട്ട് വന്നത് 2 Hours of Masai എന്ന കമ്പനിയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജ് എടുത്തിട്ടായിരുന്നു. മലയാളികളായ നിഖിലും സന്ദീപും കൂടിയാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ മസായിമാരെ അടക്കമുള്ള കാടുകൾ എൻ്റെയോ ഡോട്ട് ഗ്രീൻ്റെയോ ഒക്കെ കൂടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കൂടെ കൂടിക്കോട്ടോ. അടുത്ത സെപ്റ്റംബർ 1st വീക്ക് ഞങ്ങൾ ഒരുമിച്ച് മസായിമാരെ പോകുന്നുണ്ട്. 4 സീറ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങളും വേറെ 4 പേരും, അങ്ങനെ 6 പേരാണ് ഒരു ബാച്ചിൽ ഉണ്ടാവുക. ഒരു ഫോറസ്റ്റ് ട്രിപ്പിൽ ഞങ്ങളുടെ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാട്ടോ. ട്രിപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. കേരളത്തിൽ ഇത്രയും റീസണബിൾ ആയിട്ട് മസായിമാര പാക്കേജ് ചെയ്യുന്നവർ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ചീറ്റകളെ തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. ഇങ്ങനെ ക്യൂട്ടായൊരു ഫേസ് ആണ് ഇവരുടെ, ഗാംഭീര്യമൊന്നുമില്ല. പിന്നെ കണ്ണിന്റെ സൈഡിൽ നിന്ന് വായിലേക്ക് ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ടാവും 2 സൈഡിലും. അതുപോലെ കാറ്റ് ഫാമിലിയിൽ പെട്ട സിംഹവും കടുവയും പുലിയൊക്കെ പോലെ കാലിന്റെ നഖം ഉള്ളിലേക്ക് വലിക്കാൻ ചീറ്റയ്ക്ക് കഴിവില്ല. അവർ ഓടുമ്പോൾ ആ നഖം മണ്ണിൽ കുത്തിയാണ് കൂടുതൽ സ്പീഡ് എടുക്കാനുള്ള ഗ്രിപ്പ് ഇവർക്ക് കിട്ടുന്നത്. ഇവർക്ക് ഓടുമ്പോൾ ഒരു കാല് നിലത്ത് കുത്തിയിട്ട് അടുത്തത് 8 മീറ്റർ ദൂരെ വരെയാണ് വെക്കുക. അത്രയും ദൂരേക്ക് ചാടാൻ പറ്റുന്നത്ര ബലമുള്ള കാലുകളാണ് ഇവരുടെ. അത്രയും സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് വേട്ടനായ്ക്കളെയൊക്കെ ഉപയോഗിക്കുന്ന പോലെ പണ്ട് ഇന്ത്യയിലടക്കം നാട്ടുരാജാക്കന്മാര് ഇവരെ ഇണക്കി വളർത്തിയിട്ട് വേട്ടയ്ക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഗൾഫ് കൺട്രീസിലൊക്കെ ഇവർ പെറ്റ് ആനിമലാണ്. സാധാരണ നമ്മുടെ കാടുകളിലുള്ള അനിമൽസിനെയൊക്കെ പോലെ ഇവരെ എപ്പോഴും കാണാൻ പറ്റാത്തവരായതുകൊണ്ടാണ് ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ കൊതി തീരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചീറ്റപ്പുലികളെ ശരിക്കും കാണാൻ പറ്റിയില്ല എന്നുള്ള പരാതി ആർക്കും ഉണ്ടാവരുത്. ഇവർ ഇത്രയും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ക്യാമറയും മാറ്റി വെച്ച് വെറുതെ ഇങ്ങനെ ഇവരെ നോക്കിയിരിക്കാൻ പോലും ഒരു സുഖമാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ ഇംഗ്ലീഷ് വേർഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പിക്വുഡ്സ് എന്ന ചാനൽ നോക്കാട്ടോ. മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്ന സെയിം വീഡിയോസ് നമ്മൾ ആ ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫും പ്രകൃതി ഭംഗിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന മലയാളികളല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഈ ചീറ്റമ്മയും കുട്ടികളെ എത്ര കണ്ടിട്ടും കൊതി തീരുന്നുമില്ല. പക്ഷെ ഇവരെ മാത്രം കണ്ടാൽ പോരല്ലോ, അതുകൊണ്ട് അവരവിടെ നിൽക്കട്ടെ, നമുക്ക് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. മസായിമാരയിൽ രാവിലെയും വൈകിട്ടും കിട്ടുന്ന സൈറ്റിങ്സിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. അല്ല, ഇവിടെ മാത്രമല്ല, എല്ലാ കാട്ടിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ മിക്ക സ്ഥലങ്ങളും പുൽമേടുകൾ ഇങ്ങനെ കിലോമീറ്ററുകളോളം നീളത്തിൽ കിടക്കുകയാണ്. ചില സ്ഥലത്ത് മാത്രമേ മരങ്ങളൊക്കെയുള്ള കാടുള്ളൂ. അങ്ങനെ മരമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ദേ ഒരു ജിറാഫ്, നമ്മുടെ ഇന്ത്യയിലില്ലാത്ത അടുത്ത ആനിമൽ. ഒരു വലിയ മരത്തിന് മുകളിലുള്ള ഇല കഴിക്കുകയാണ് ഈ നീണ്ട കഴുത്തൊക്കെയുള്ള ജിറാഫ്. നമ്മുടെ സഫാരിയിൽ ഇന്ന് കണ്ട 2 മൃഗങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിവുള്ള ചീറ്റപ്പുലി. 2, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജിറാഫും. ഇവരുടെ കഴുത്തിന് മാത്രം 8 മുതൽ 10 അടി വരെ നീളം ഉണ്ടാവും. ഇത്രയും ഉയരം ഉള്ളതുകൊണ്ട് തന്നെ താഴെയുള്ള പുല്ല് തിന്നലൊന്നും പ്രാക്ടിക്കലല്ല. നല്ല ഉയരമുള്ള മരങ്ങളുടെ ഇലയാണ് ഇവർ കഴിക്കുന്നത്.
ഇനി ഇവിടുത്തെ സഫാരിക്ക് ഗൈഡുമാർ തമ്മിൽ നല്ല കണക്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ വണ്ടിയിലും വയർലെസ് സെറ്റും ഉണ്ടാവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആർക്കെങ്കിലും സൈറ്റിങ്സ് കിട്ടിയാൽ ഉടനെ അത് വയർലെസ് വഴി എല്ലാ വണ്ടിക്കാരും അറിയും. എനിക്ക് കിട്ടിയത് ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ള ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 2-3 ദിവസമൊക്കെ നിന്ന് സഫാരി എടുത്താലും മസായിമാരയിൽ നല്ല സൈറ്റിങ്സ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ജിറാഫ് നിൽക്കുന്നതിന്റെ പുറകിൽ നിന്ന് പുല്ല് തിന്നുന്നത് ആന്റലോപ്പാണ്. ശരിക്കും മാൻവർഗത്തിൽപ്പെട്ട എല്ലാവരെയും പൊതുവെ ആന്റലോപ്പ് എന്നാണ് പറയാറുള്ളതെങ്കിലും ഇതിന്റെ പേര് വെറും ആന്റലോപ്പാണ്. ഇവിടെ പിന്നെ മാൻ വർഗത്തിൽപ്പെട്ട ഒരുപാട് ജീവികളുണ്ട് കേട്ടോ. 6-7 ടൈപ്പ് മാനിനെ ഈ സഫാരി മൊത്തത്തിൽ ഞാൻ കണ്ടെങ്കിലും ഞാൻ കാണാത്ത പലതരം മാനുകൾ വേറെ ഉണ്ട് ഇവിടെ. പിന്നെ അടുത്തതാണ് ഈ ബബൂൺസ്. കാണാൻ കുരങ്ങന്മാരെ പോലെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ കുരങ്ങന്മാരെ പോലെ ഫുൾ ടൈം മരത്തിൽ കൂടെ അല്ലാതെ കൂടുതൽ സമയവും നിലത്തിൽ കൂടെ നടക്കുന്നതാണ് ഇവരുടെ ശീലം. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ മരങ്ങളില്ലല്ലോ. ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് കയറണമെങ്കിൽ 1/2 കിലോമീറ്റർ നിലത്തിൽ കൂടെ ഇറങ്ങി നടക്കേണ്ടി വരും. ഇവര് മെയിലും ഫീമെയിലും സൈസിൽ നല്ല വ്യത്യാസമുണ്ട്. മെയിൽ ഇങ്ങനെ നല്ല സൈസ് ഉള്ളതായിരിക്കും, ഫീമെയിൽ പൊതുവെ ചെറുതാണ്. ഫീമെയിൽ ബബൂൺ ആവറേജ് ഒരു 15 കിലോ ഉണ്ടാകുമ്പോൾ മെയിൽ 24-25 കിലോ ഒക്കെ വെയിറ്റ് വെക്കാറുണ്ട്. ഇങ്ങനെ പുല്ലിലുണ്ടാവുന്ന ചെറിയ ധാന്യങ്ങളാണ് പ്രധാന ഭക്ഷണം. അതുകൊണ്ടാണ് ഇവരെ കൂടുതൽ സമയം ഇങ്ങനെ പുൽമേട്ടിൽ വെച്ച് കാണുന്നത്. ഈ മസായിമാരുടെ വിസ്താരം കണ്ടോ, കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുകയാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ബൈനോക്കുലർ വെച്ച് നോക്കി 5 കിലോമീറ്റർ ദൂരത്തുള്ള മൃഗങ്ങളെ വരെ നമുക്ക് ഇവിടുന്ന് കാണാം. അവിടെ സിംഹം മറ്റോ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും കൂടെ അവിടെ തന്നെ നിൽക്കുന്നത്. സിംഹം അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ തൽക്കാലം ആനയെ പിടിക്കാം. ഇതേ നിൽക്കുന്നു കുറച്ച് ആഫ്രിക്കൻ ആനകൾ. ഏഷ്യൻ ആനകളെ വെച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പമുള്ള ചെവിയൊക്കെയുള്ള വലിയ കൊമ്പൊക്കെയുള്ള വലിയ ആനകൾ. ഈ ആഫ്രിക്കൻ ആനകളുടെ പ്രധാന പ്രത്യേകത ഇവർക്ക് ആണിനും പെണ്ണിനും കൊമ്പുണ്ടാവും. അതുകൊണ്ട് കൊമ്പനാന എന്ന് പറഞ്ഞ ആണല്ല. നമ്മളാണെങ്കിൽ പണ്ട് മുതലേ കൊമ്പുള്ളത് ആണാന എന്ന് വിചാരിച്ച കാരണം ഈ കാണുന്നതൊക്കെ പെണ്ണാനകളാണെന്ന് മനസ്സിലാക്കാനൊരു വിഷമം. എന്തായാലും ഇതൊക്കെ പിടിയാനകളാണ് എന്നുള്ളതാണ് സത്യം. ലോകത്ത് 4 തരം ആനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് 2 ടൈപ്പ് ആനകളെ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഏഷ്യൻ എലിഫന്റും പിന്നെ ഈ ആഫ്രിക്കൻ എലിഫന്റും. ഏഷ്യൻ എലിഫന്റിനേക്കാളും സൈസ് കൂടിയതാണ് ആഫ്രിക്കൻ എലിഫന്റ്. മൊത്തത്തിലുള്ള സൈസ് മാത്രമല്ലാതെ കൊമ്പും നല്ല വലുപ്പമുള്ളതായതുകൊണ്ട് കൊമ്പിന് വേണ്ടിയിട്ട് ഇവരെയൊക്കെ വേട്ടയാടാറുണ്ടായിരുന്നു. അത് കാരണം ഇവർ വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. കണ്ട അച്ഛനും കുട്ടിയാണെന്ന് തോന്നുമെങ്കിലും അമ്മയും കുട്ടിയാണിത്. പിന്നെ ഈ ആഫ്രിക്കൻ ആനകളുടെ കുട്ടികളെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ചെവിയൊക്കെ ഇങ്ങനെ വിരിച്ചു വെച്ച് നടക്കുന്ന കാണാം. പൊതുവെ കുറുമ്പന്മാരും ആവും. മിക്കവാറും സഫാരി വണ്ടികളുടെ അടുത്തേക്ക് ചാർജിങ് പോലെ ഓടി വരാറുണ്ട്. പക്ഷെ പ്രായപൂർത്തിയായവർ പൊതുവെ ശാന്തന്മാരായിരിക്കും. ദേ കണ്ടോ, പശുവിനെ പോലെ ഇരിക്കുന്ന അടുത്ത ജീവി. കോമൺ എലാണ്ട് എന്ന് വിളിക്കുന്ന കാളയുടെയൊക്കെ സൈസുള്ള ഈ മൃഗം പക്ഷെ മാൻ വർഗത്തിൽപ്പെട്ടതാണ്. ആഫ്രിക്കയിലുള്ള മാനുകളിൽ ഏറ്റവും സൈസ് ഉള്ളതാണ് ഈ എലാണ്ട്. ഇതിന്റെ കൊമ്പ് ഒരു ശംഖ് പോലെ മുകളിലേക്ക് പിരിഞ്ഞ് കൂർത്തിട്ടാണ് ഉണ്ടാവുക. ഇതൊന്നും ഇന്ത്യയിലില്ലാത്ത ജീവി ആയതുകൊണ്ട് ഇവർക്കൊന്നും മലയാളത്തിൽ വിളിക്കാൻ പേരില്ല. അതുകൊണ്ട് എലാണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ കാളെ പോലെ ഇരിക്കുന്ന എലാണ്ടിനെ വിട്ട് മുമ്പിലേക്ക് പോയപ്പോൾ അതേ വീണ്ടും ആന. കുറച്ച് ദൂരെയാണ്, പുൽമേടൊക്കെ വിട്ട് കുറച്ച് മരങ്ങളൊക്കെയുള്ള കാടിന്റെ സൈഡിലാണ് ആനയും അപ്പുറത്തായിട്ട് ഒരു ജിറാഫും നിൽക്കുന്നത്. ആ ജിറാഫ് നിൽക്കുന്നതിന്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരാനയും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. 2 ആനകളും പരസ്പരം നോക്കിയാണ് കേട്ടോ നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ആളും കൂടെ അടുത്തടുത്ത് വരാൻ തുടങ്ങി. ഇതിപ്പോൾ കൊമ്പനും കൊമ്പിക്കും കൊമ്പുള്ള കാരണം മെയിലാണോ ഫീമെയിലാണോ എന്നറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവർ സ്നേഹപ്രകടനമാണോ വഴക്കാണോ എന്നറിയാൻ നമ്മളങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക.
എന്തായാലും ഒരെണ്ണം മെയിലും ഒന്ന് ഫീമെയിലുമാണ്. പക്ഷെ അപ്പോഴേക്കും അവരുടെ കുട്ടി അതിനിടയിലേക്ക് കയറി അവരെ പിരിച്ചുവിട്ടു. ഈ ആഫ്രിക്കൻ ആനകളുടെ പുറത്ത് ഇങ്ങനൊരു വളവുണ്ടാവും. ആ വളവും ഈ ചെവിയുടെ ഷേപ്പും ഒക്കെ കാണുമ്പോഴേ ഈ ആഫ്രിക്കൻ ആനകളുടെ വ്യത്യാസം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അവരെ നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ച് ദൂരെ ഒരു ചീറ്റ ഹണ്ടിങ് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് വയർലെസ് സന്ദേശം കിട്ടിയത്. അപ്പൊ തന്നെ ആന അവിടെ വിട്ട് നമ്മൾ മെസ്സേജ് കിട്ടിയ സ്ഥലത്തേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ ദേ ഒരു ചീറ്റ കുറ്റിച്ചെടികളുടെ തണലിൽ വിശ്രമിക്കുന്നു. അത് നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഹണ്ടിങ് ഫെയിൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇര പിടിച്ചിട്ട് വിശ്രമിക്കുകയാണ്. ഇതാണ് പറഞ്ഞത്, ചീറ്റയ്ക്ക് നല്ല സ്പീഡിൽ ഓടാൻ കഴിയുന്നുണ്ടെങ്കിലും കുറച്ച് ഓടി കഴിയുമ്പോഴേ ഇങ്ങനെ നിന്ന് അണയ്ക്കും. പിന്നെ ചീറ്റ ഹണ്ടിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ആൾ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. ചീറ്റയൊക്കെ ഓടുന്ന സ്പീഡിൽ ജീപ്പും കൊണ്ട് അതിന്റെ പുറകെ എത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ ചീറ്റയെ കണ്ടുപിടിച്ച് വയർലെസ്സിലൂടെ ലൊക്കേഷൻ ഷെയർ ചെയ്തു. ഇത് കണ്ടോ, ഇങ്ങനെ ഇത്രയും ചുറ്റുവട്ടം ശ്രദ്ധിക്കുന്ന സ്ഥിതിക്ക് ഇരയെ പിടിച്ചിട്ടുണ്ടാവും എന്നാണ് ഡേവിഡ് പറയുന്നത്. പക്ഷെ മുഖത്താണെങ്കിൽ ബ്ലഡ് ഒന്നും കാണാനുമില്ല. കുറച്ചു നേരം ഇരുന്ന് ചുറ്റുവട്ടമൊക്കെ നോക്കി കിതപ്പൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ദേ ചീറ്റ എണീറ്റ് പോവാണ്. ഈ ചീറ്റയ്ക്കും പേരുണ്ട് കേട്ടോ. ഇത് നീമ ആണ്. ഏകദേശം 7 വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ആയിട്ടുള്ള ഈ ചീറ്റയുടെ കുട്ടികളൊക്കെ വിട്ട് ഇപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിതം. അത് എണീറ്റ് പോയത് കണ്ട് ചിലപ്പോൾ ഇര പിടിച്ച് ഇട്ടതിന്റെ അടുത്തേക്ക് ആവുമെന്ന് പറഞ്ഞിട്ട് ചീറ്റ പോയതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വണ്ടിയും കൊണ്ട് പോയപ്പോൾ ദേ അവിടെ ഒരു ഗസൽ ചത്ത് കിടക്കുന്നു. ആശാത്തി അതിന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ വയർലെസ് മെസ്സേജ് കിട്ടി ഇങ്ങോട്ട് ഓടി വന്നത് വെറുതെ ആയില്ല. പക്ഷെ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും കില്ലിങ് കഴിഞ്ഞായിരുന്നു. നീമ അങ്ങനെ മാനിനെ ഓടിച്ചിട്ട് പിടിച്ചു കൊന്ന് കുറച്ചു നേരം തണലിൽ തിരുന്ന് ക്ഷീണം മാറ്റി ഗസലിനെ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. കുറച്ച് ദൂരത്തിൽ പുല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഒരു കുറ്റിക്കാട്ടിലേക്കാണ് എരയെ കൊണ്ടുപോകണേ. ഹൈന പോലെയുള്ള ജീവികൾ കണ്ട എരയെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് കാണാതിരിക്കാനാണ് ഈ ഒളിപ്പിക്കൽ. സഫാരി വണ്ടികളെ ഒന്നും ചീറ്റ മൈൻഡ് ചെയ്യാറേ ഇല്ല. അധികം ചോരയൊന്നും വീഴിക്കാതെയാണ് എരയെ ചീറ്റ കൊന്നിരിക്കുന്നത്. കാരണം ചോരയുടെ മണം സ്പ്രെഡ് ആയാലും ഹൈന പാഞ്ഞു വരും. എന്നിട്ട് ചീറ്റയെ ഓടിച്ചിട്ട് എരയെ തട്ടിയെടുക്കും. അതുകൊണ്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ചോര വീഴുള്ളൂ. ദേ ചീറ്റ കഴിക്കാൻ തുടങ്ങി. അതെ, ആ മാനിന്റെ അടിഭാഗത്തു നിന്നാണ് കടിച്ചു തുടങ്ങിയത്. ഈ ചീറ്റ മാത്രമല്ല കേട്ടോ, പുലിയും കടുവയും സിംഹവും അടക്കം ഒരു ഇരയെ കീഴ്പ്പെടുത്തിയാൽ അതിന്റെ അടിയിൽ നിന്നാണ് ഇങ്ങനെ കഴിച്ചു തുടങ്ങുക. അടിവശം കൂടുതൽ സോഫ്റ്റ് ആയത് കാരണം പെട്ടെന്ന് മുറിയാൻ സാധ്യതയുള്ള ഉണ്ടാവും ചിലപ്പോൾ. കുറച്ചൊന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ചീറ്റ പിന്നെ എണീറ്റ് ചുറ്റും നോക്കുന്നുണ്ടോ. ഹൈന വരുന്നുണ്ടോ എന്നുള്ള നോട്ടമാണത്. നമ്മുടെ നാട്ടിലുള്ള കടുവകളൊക്കെ സാധാരണ ഒരു ഇരയെ പിടിച്ചാൽ അതൊരു പഴകിയിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അതിനെ കഴിച്ചു തുടങ്ങുക. എന്നാൽ ലെപ്പേർഡും ചീറ്റയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുന്നവരാണ്. കടുവ പിന്നെ ആഫ്രിക്കയിൽ ഇല്ലാത്തതുകൊണ്ട് ഹൈന വന്ന് ഫുഡ് തട്ടിയെടുക്കുന്നൊന്നും പേടിക്കണ്ട. ലെപ്പേർഡ് ഇര പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും മരത്തിന്റെ മുകളിൽ കെറ്റി വെക്കും. എന്നിട്ട് വിശപ്പനുസരിച്ച് 1-2 ദിവസം കൊണ്ട് പതുക്കെ തിന്നു തീർക്കും. എന്നാൽ ചീറ്റയ്ക്ക് മരത്തിൽ കയറാൻ അറിയാത്തതുകൊണ്ട് ഹൈന വരുന്നത് വരെ മാത്രമാണ് ചീറ്റയ്ക്ക് അതിനെ തിന്നാൻ പറ്റുള്ളൂ. ഹൈനയോട് എതിർത്ത് നിൽക്കാൻ ചീറ്റയ്ക്കോ ലെപ്പേർഡിനൊന്നും പറ്റാറില്ല. പക്ഷെ നമ്മൾ ഹൈനയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഒട്ടും സ്പീഡില്ലാത്തൊരു മൃഗമാണത്. ഇരയൊന്നും ഓടിച്ചിട്ട് പിടിക്കാൻ ഹൈനയ്ക്ക് പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ ഫുഡ് തട്ടിപ്പറിച്ചില്ലെങ്കിൽ ഹൈനയും പട്ടിണിയാവും. എന്തായാലും ഹൈനയുടെ കഥയൊക്കെ പിന്നെ പറയാം. നമ്മുടെ നീമക്കുട്ടി ഫുഡ് കഴിക്കട്ടെ. പിന്നെ ഞാൻ ഈ ഫോറസ്റ്റ് സ്റ്റോറിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ നിക്കോൺ ZF ആണ്. കൂടെ നിക്കോണിന്റെ 180-600 ലെൻസും. മറ്റ് മോഡൽസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയ സെൻസർ സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഈ ZF-ൽ കിട്ടും. അതുപോലെ തന്നെ ലെൻസും ഹാൻഡ് ഹെൽഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്ര കംഫർട്ടാണ്. ഇത്ര ഉള്ള ബാക്കി ലെൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് വെയിറ്റും ആണ്. പിന്നെ നിക്കോൺ G30 50-250 ലെൻസും അങ്ങനെ ബാക്കി ക്യാമറ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടുത്തെ സീസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മഴക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. പിന്നെ നവംബറിലും ഡിസംബറിലും ഒക്കെ കുറച്ച് മഴ വരാറുണ്ട്. അതുകൊണ്ട് ഇവിടെ പച്ചപ്പ് ആഗ്രഹിച്ച് വരുന്നവർ ഏപ്രിൽ മുതൽ ജൂൺ വരെ ആയിരിക്കും നല്ലത്. എന്നാൽ ഇവിടുത്തെ മെയിൻ സീസൺ ആയിട്ടുള്ള ഗ്രേറ്റ് മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവർ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈം പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. ലക്ഷക്കണക്കിന് വൈൽഡ് ബീസ്റ്റ് ഒക്കെ പാലായനം ചെയ്യുന്ന കാഴ്ചയും അതിന്റെ ഇടയിൽ കൂടെയുള്ള വേട്ടയാടലൊക്കെ ഫോട്ടോഗ്രാഫർമാരുടെ ഫേവറേറ്റ് സൈറ്റിങ്സ് ആണ്. ഇതുപോലത്തെ ഒരു മാനിനെ പിടിച്ച ഒരു ചീറ്റയ്ക്കും അതിന്റെ മക്കൾക്കും ഒക്കെ ലാവിഷായിട്ട് കഴിക്കാനുള്ള ഫുഡുണ്ട്. ഇവരുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ചെറിയ വയറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ആവശ്യത്തിന് കഴിച്ചിട്ട് ഇട്ടിട്ട് പോയാൽ ബാക്കി കഴുകന്മാരോ ഹൈനയോ ഒക്കെയാണ് കഴിക്കാറ്. പുള്ളിക്കാരി കഴിച്ച് പകുതി ആയാറായപ്പോഴത്തേക്കും പല സ്ഥലത്തു നിന്നുമായിട്ട് വണ്ടികളൊക്കെ വന്നു. സമയം ഉച്ച കഴിയാറായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആഫ്രിക്കൻ വില്ലേജും അവരുടെ കൾച്ചറും ആൾക്കാരെയൊക്കെ ഒന്ന് കാണാൻ പോവാം. ശരിക്കും നമ്മൾ വൈൽഡ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നവരാണെങ്കിലും ആഫ്രിക്കൻ കൾച്ചറും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ റൂമിൽ വന്ന് ഫുഡും കഴിഞ്ഞ് നമ്മൾ ഈ വണ്ടിയിൽ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു വില്ലേജിലേക്ക് പോവാം. ഈ ഫ്രണ്ടിലിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാ നിഖിൽ, കൂടെ സന്ദീപും ഉണ്ട്. ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാക്കേജ് ചെയ്ത 2 hours of മസായി എന്ന കമ്പനിയുടെ അമരക്കാർ. അങ്ങനെ നമ്മളൊരു വില്ലേജിൻ്റെ അടുത്ത് വണ്ടി നിർത്തി ആ വില്ലേജിലെ ആൾക്കാരെല്ലാം കൂടെ വന്ന് നമ്മളെ അങ്ങോട്ട് സ്വീകരിക്കുക. അവരുടേതായ ഭാഷയിൽ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇവരെല്ലാം മസായി എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇങ്ങനെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് സ്വീകരിച്ച അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നാണ് അത്ര അർത്ഥം. അങ്ങനെ നമ്മളെ അകത്തേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇവരുടെ വില്ലേജിന്റെ ഗേറ്റും മതിലും ഒക്കെ. ഒരു വലിയ റൗണ്ടിൽ ഇങ്ങനെ വേലി കെട്ടി അതിനകത്ത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു 10-25 വീടുകൾ ഉണ്ടാവും ഒരു ഗ്രാമത്തിൽ. What does it mean? ഇതും പണ്ട് മുതലുള്ള അവരുടെ ഒരു ആചാരമാണത്രേ. അധികം ഇഷ്ടപ്പെട്ട ഈ ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെ വന്ന് ഹൈഫൈ തരും. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം അവരുടെ രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്യും. പിന്നെ ഇവർ ഇട്ടിരിക്കുന്നത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ട ഡ്രസ്സല്ല കേട്ടോ. ഇതാണ് മസായി വിഭാഗക്കാരുടെ വേഷം. So at the end of the ladies dance, you're gonna have for the men. The man dance is like a competition. Long like 30 years to 40 years ago, we do 100 to kill a lion in the forest. We stand like the warriors men. ഇപ്പോഴും പ്രാചീന രീതി തന്നെയാണ് ഇവരുടെ സ്റ്റൈലും ജീവിതവും എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. അടുപ്പിൽ തീ കത്തിക്കുന്ന പോലും 2 വടി കൂട്ടി ഉരച്ചിട്ടാണ് അത്രേ. അത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവർ തീ ഉണ്ടാക്കുകയാണ്. You see the smoke? They actually say the place you see the smoke, we must have fire there. എല്ലാ ഗ്രാമത്തിലും ഇതുപോലെ അവരുടെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അറിയുന്നവരുണ്ടാവും. പകുതിയോളം പേരും സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് ഗ്രാമത്തിലൊക്കെയുള്ള ഇപ്പോഴത്തെ തലമുറ. എന്തായാലും അവരാ വടി കൊണ്ട് ഉരച്ച് തീ ഉണ്ടാക്കി കത്തിച്ച് കാണിച്ചു തന്നു. അവരുടെ വില്ലേജിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. പിള്ളേരെല്ലാം കൂടെ ഗ്രൗണ്ടിൽ കളിയാണ്. ആഫ്രിക്കയിലെ ഒരു മെയിൻ ഗെയിമാണ് കേട്ടോ ഫുട്ബോൾ. മിക്ക പേരും അടിപൊളിയായിട്ട് ഫുട്ബോൾ കളിക്കുന്നവരാണ്. കുറച്ച് നേരം പിള്ളേരുടെ കൂടെ കളിച്ച് നമ്മൾ മസായിമാരോട് ടാറ്റയും പറഞ്ഞ് ക്യാമ്പിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മുടെ ഈ വണ്ടി ഓടിക്കുന്ന ഡേവിഡും മസായി വിഭാഗത്തിൽപ്പെട്ട ആളാണ് കേട്ടോ. പുള്ളി ഗൈഡ് സ്കൂളിൽ പോയി ഡിഗ്രി ഒക്കെ എടുത്ത ഗൈഡ് ലൈസൻസ് ഉള്ള ആളാണ്. നല്ലൊരു ട്രാക്കറും ആണ് കേട്ടോ പുള്ളി. അതിന്റെ ഗുണം നമ്മുടെ സഫാരിയിൽ കാണാനും ഉണ്ട്.
മസായിമാരയിലെ കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ എപ്പിസോഡിൽ കാണാത്ത വേറെ കുറെ മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഒരു എപ്പിസോഡ് കൂടി ഇനി വരാനുണ്ട്. അതിലാണ് നമ്മുടെ ഒറിജിനൽ സിംഹം. ടാൻ ടടനാങ്. ഇതിങ്ങനെ അനങ്ങാതിരിക്കുന്ന സിംഹം മാത്രമല്ല, എര പിടിക്കുന്നതും അത് മണത്ത് കണ്ടുപിടിക്കാനിരിക്കുന്ന ഹൈനയൊക്കെയുള്ള അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.